പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകി 3 മാസത്തിലധികം നീണ്ട ഇറാൻ-US യുദ്ധത്തിന് താൽക്കാലിക വിരാമമായിരിക്കുന്നു. 14 നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന കരാർ പ്രാബല്യത്തിലായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും കരാറിൽ ഒപ്പിട്ടതോടെയാണ് 60 ദിവസത്തെ ഇടക്കാല സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ മേഖലകളിലും ശാശ്വതമായ വെടിനിർത്തൽ, ഹോർമൂസ് കടലിടുക്ക് തുറക്കൽ, ഹോർമൂസിലെ അമേരിക്കൻ നാവിക ഉപരോധം അവസാനിപ്പിക്കൽ, ഇറാൻ പുനർനിർമ്മാണത്തിനായി സാമ്പത്തിക അനുമതി, ഇറാനെതിരായ ഉപരോധങ്ങൾ അവസാനിപ്പിക്കൽ അടക്കം സുപ്രധാനമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. കരാർ ഒപ്പിട്ട് 30 ദിവസത്തിനകം അമേരിക്ക ഇറാനെതിരായ ഹോർമൂസിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കും. ഇക്കാലയളവിൽ ഹോർമൂസിലെ കപ്പൽ ഗതാഗത ഉപരോധം അവസാനിപ്പിച്ച് ഇറാനും ഹോർമൂസ് വഴി വ്യാപാര കപ്പലുകൾ സുഗമമായി കടന്നു പോകുന്നതിനും വഴിയൊരുക്കും. നിലവിൽ ആണവ വിഷയത്തിൽ പ്രത്യേക കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആണവായുധമുണ്ടാക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യം മുൻപേ തന്നെ ഇറാൻ പറയുന്നതാണ്. അത് വീണ്ടും ആവർത്തിച്ചു എന്ന് മാത്രം. അതേസമയം ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവും ഇപ്പോഴത്തെ 14 സമാധാന കരാറിലില്ല. ഇത് സംബന്ധിച്ച് ഈ വെടിനിർത്തൽ കാലയളവിലെ 60 ദിവസത്തിനിടെ ചർച്ച നടത്തിയാകും തീരുമാനമെടുക്കുക. സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് വിട്ടു നൽകില്ല എന്ന് ഇറാൻ നേരത്തെ നിലപാടെടുത്തിരുന്നു. ഈ 60 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം അന്തിമ കരാറും തയ്യാറാക്കുമെന്നാണ് ഇടക്കാല കരാറിൽ ഉള്ളത്. യുദ്ധത്തിന്റെ ഭാഗമായി അമേരിക്ക തടഞ്ഞുവെച്ച ഇറാന്റെ $24 ബില്യൺ ഫണ്ട് വിട്ടുകിട്ടണം എന്നായിരുന്നു ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന്. ഇത് വിട്ടു നൽകാമെന്ന് ധാരണാപത്രത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ധാരണാപത്രത്തിലെ ഏറ്റവും ആദ്യത്തെ നിർദ്ദേശം എല്ലാ മേഖലകളിലും അടിയന്തര വെടിനിർത്തലാണ്. അമേരിക്കയും ഇറാനും സഖ്യകക്ഷികളും ലെബനൻ ഉൾപ്പെടെ എല്ലായിടങ്ങളിലും നടത്തിവരുന്ന എല്ലാ സൈനിക നടപടികളും ഉടൻ അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ വ്യവസ്ഥയായിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ശാശ്വത വെടിനിർത്തലായിരിക്കും നിലവിൽ വരിക. പരസ്പരം ഭീഷണിയോ ആക്രമണമോ നടത്തില്ല എന്നും ലെബനന്റെ പരമാധികാരം ഉറപ്പാക്കുമെന്നും ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ലെബനനിലെ വെടിനിർത്തൽ ഉറപ്പാകാതെ ചർച്ചയ്ക്കോ സമാധാന കരാറിനോ ഇല്ല എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നതാണ്. ഇതാണ് സമാധാന കരാറിലെ ആദ്യത്തെ നിർദ്ദേശമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരസ്പരം ഇരു രാജ്യങ്ങളും ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത തരത്തിൽ പരസ്പരം പരമാധികാരത്തെ ബഹുമാനിക്കുമെന്ന് കരാർ ഉറപ്പു നൽകുന്നുണ്ട്. അന്തിമ കരാറിൽ എത്തുന്നതിനുള്ള ചർച്ചകൾക്കായി 60 ദിവസം അനുവദിച്ചിട്ടുമുണ്ട്. വേണമെങ്കിൽ പരസ്പരം സമ്മതത്തോടെ സമയം നീട്ടുകയുമാകാം. ഹോർമൂസ് കടലിടുക്കായിരുന്നു യുദ്ധത്തിലെ തുറുപ്പുകുലാൻ. യുദ്ധം ആരംഭിച്ചപ്പോൾ ഇറാൻ ഹോർമൂസ് അടച്ചു, കപ്പൽ ഗതാഗതം വിലക്കി. പകരമായി അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തി. കരാർ പ്രകാരം അടുത്ത 30 ദിവസത്തിനകം നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കും. പകരമായി ഇറാനും ഹോർമൂസിലെ ഉപരോധം അവസാനിപ്പിച്ച് കപ്പൽ ഗതാഗതവും പുനഃസ്ഥാപിക്കും. ആദ്യത്തെ 60 ദിവസം പേർഷ്യൻ ഗൾഫ് മുതൽ ഒമാൻ വരെയുള്ള ഭാഗങ്ങളിൽ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതവും സൗജന്യവുമായ സഞ്ചാരത്തിന് ഇറാൻ സൗകര്യമൊരുക്കും. അടുത്ത 1 മാസത്തിനകം ഹോർമൂസിൽ സ്ഥാപിച്ച സാങ്കേതിക സൈനിക തടസ്സങ്ങളും മൈനുകളും നീക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യവസ്ഥയൊന്നുമില്ല. ഒമാൻ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷം ഇറാൻ ഇക്കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. അന്തിമ കരാർ ഒപ്പിട്ട് 30 ദിവസത്തിനകം ഇറാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുമെന്നും അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതും ഇറാന്റെ സാമ്പത്തിക പുനർനിർമ്മാണത്തിന് സഹായം അനുവദിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിലും സമാധാന കരാറിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികളുമായി ചേർന്ന് കുറഞ്ഞത് $300 ബില്യൺ പദ്ധതി അമേരിക്ക തയ്യാറാക്കും. ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക അനുമതികളും US നൽകുമെന്ന് കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇറാനെതിരായ ഉപരോധങ്ങൾ പൂർണ്ണമായും റദ്ദാക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളും IAEA തീരുമാനങ്ങളും USന്റെ പ്രൈമറി സെക്കൻഡറി ഉപരോധങ്ങളും അന്തിമ കരാറിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി റദ്ദാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആണവായുധം നിർമ്മിക്കാൻ പദ്ധതിയില്ല എന്ന മുൻ നിലപാട് ഇറാൻ ഈ കരാറിലും അംഗീകരിച്ചു. ആണവായുധങ്ങൾ നിർമ്മിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യില്ല. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. അതേസമയം ആണവ പദ്ധതികളിൽ നിലവിലുള്ള അവസ്ഥ തുടരും എന്നാണ് ഇടക്കാല കരാറിലെ ധാരണ. ഇക്കാലയളവിൽ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയോ മേഖലയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയോ ഇല്ല എന്നും കരാർ ഉറപ്പു നൽകിയിട്ടുണ്ട്.
ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനിയൻ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കും അതിനോടനുബന്ധിച്ചുള്ള ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഗതാഗത സേവനങ്ങൾക്കും US ട്രഷറി വകുപ്പ് ഉടനടി ഇളവുകൾ അനുവദിക്കും. അമേരിക്ക മരവിപ്പിച്ചതോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോ ആയ ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകാൻ അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ഫണ്ടുകളും ആസ്തികളും പൂർണ്ണമായും വിട്ടു നൽകുമെന്നാണ് ധാരണ. ഇറാൻ സെൻട്രൽ ബാങ്ക് നിർദ്ദേശിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ തുക ഉപയോഗിക്കാനും സാധിക്കും. ഇടക്കാല ധാരണാപത്രത്തിന്റെ നടത്തിപ്പ്, ഭാവിയിൽ അന്തിമ കരാർ രൂപീകരിച്ച ശേഷം അതിന്റെ പാലനം എന്നിവയ്ക്കായി പ്രത്യേക നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്തും. ഇടക്കാല കരാറിന് UN സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരവും നൽകും. ഇത്രയാണ് കരാറിൽ പറഞ്ഞിട്ടുള്ള 14 നിർദ്ദേശങ്ങൾ. ഇറാനെതിരായ നാവിക ഉപരോധം നീങ്ങുന്നതോടെ ഇറാന് ആഗോള വിപണിയിൽ എണ്ണ വിൽക്കാനാകും. ഇതിനുള്ള ഇളവുകൾ അമേരിക്ക നൽകുന്നതും ഇറാന്റെ സാമ്പത്തിക രംഗത്ത് കുതിപ്പുണ്ടാക്കും. ഇറാനെതിരായ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റു ഉപരോധങ്ങളും അവസാനിക്കുന്നതോടെ രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥ അവസാനിക്കുകയും വിലക്കയറ്റത്തിന് പരിഹാരമാകുകയും നാണയത്തിന്റെ മൂല്യത്തകർച്ചയ്ക്ക് പരിഹാരമാകുകയും ചെയ്യും. US-ഉമായുള്ള കരാറിനെ സ്വന്തം വിജയമായിട്ടാണ് ഇറാൻ നോക്കിക്കാണുന്നത്. ഒരർത്ഥത്തിൽ ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് കരാറിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കരാർ ഇറാന്റെ വിജയമായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതാം. ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യമൊഴികെ കരാറിലെ മറ്റെല്ലാ വ്യവസ്ഥകളും ഇറാനെ സഹായിക്കുന്ന തരത്തിൽ ഉള്ളതാണ്. പ്രകൃതി ദുരന്തത്തിൽ തകർന്ന ഒരു രാജ്യത്തെ സഹായിക്കുന്ന തരത്തിലാണ് കരാറിലെ വ്യവസ്ഥകൾ. ഇറാന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ അമേരിക്ക ഹോർമുസ് തുറന്നു കിട്ടാൻ വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യുന്നു എന്ന് കരാറിലെ മേൽപ്പറഞ്ഞ വ്യവസ്ഥകളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. വരിഞ്ഞു മുറുക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ യുദ്ധം ഇറാന് സമ്മാനങ്ങൾ ചൊരിഞ്ഞാണ് അവസാനിക്കുന്നത് എന്നാണ് കരാർ വ്യവസ്ഥകൾ വായിക്കുമ്പോൾ മനസ്സിലാകുക. ഇനി ഫെബ്രുവരി 28 ആരംഭിച്ച് ഏപ്രിൽ 8 താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്ന് പിന്നെയും വെടിനിർത്തൽ ലംഘിച്ചും പ്രഖ്യാപിച്ചും ഏറെയും കുറഞ്ഞും നീറിപ്പുകഞ്ഞു നിന്ന യുദ്ധത്തിനൊടുവിൽ ആര് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം അപ്പോഴും വ്യക്തമാണ്: ഇറാനിൽ ഭരണമാറ്റം, ഇറാന്റെ എണ്ണ പ്രകൃതി സമ്പത്ത് കൈക്കലാക്കൽ, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശപ്പെടുത്തൽ, ഇത്രയുമായിരുന്നു യുദ്ധം ആരംഭിക്കുമ്പോൾ ട്രംപ് മനസ്സിൽ കണ്ട ലക്ഷ്യങ്ങൾ. പക്ഷേ സംഭവിച്ചതോ? ഇറാന്റെ ഭരണ നേതൃത്വത്തെ മാറ്റുക എന്ന ലക്ഷ്യം അമേരിക്ക നേടിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ കർക്കശക്കാരായവരെ നേതൃനിരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എണ്ണ സമ്പത്തോ പ്രകൃതി സമ്പത്തോ തൊടാൻ പറ്റില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല, ഇറാന് സ്വന്തം എണ്ണ വിൽക്കാനുള്ള സഹായങ്ങളും അമേരിക്ക ചെയ്തു കൊടുക്കും. ഇറാനിൽ ജനകീയ പ്രക്ഷോഭമുണ്ടായപ്പോൾ ട്രംപ് ഇറാനിയൻ ജനതയ്ക്ക് വാക്ക് നൽകിയത് നിങ്ങൾ പോരാടിക്കൊള്ളൂ, സഹായം പിന്നാലെ ഉണ്ട് എന്നായിരുന്നു. പക്ഷേ ട്രംപിന്റെ വാക്കിന് എന്നും ഒരു വിലയേ ഉള്ളൂ. അത് കാലിച്ചാക്കിൻ്റേതാണ് എന്ന് ഇറാൻകാരും ഇതോടെ മനസ്സിലാക്കി. കരാർ വ്യവസ്ഥയിൽ ഒരിടത്തും ഇറാന്റെ ഭരണകൂടത്തെക്കുറിച്ച് പരാമർശമില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് എഴുതി ഒപ്പിട്ടുകൊടുക്കുന്ന അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. യുദ്ധം തുടങ്ങിയപ്പോഴത്തെ ലക്ഷ്യങ്ങളല്ല കരാറിൽ ഉള്ളത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ പ്രയോഗിച്ച ഹോർമുസ് കടലെടുക്ക് തടസ്സപ്പെടുത്തൽ എന്ന ആയുധം ട്രംപിനെ പ്രതിസന്ധിയിലാക്കി എന്നതാണ് കരാറിന്റെ അന്തസത്ത. ഹോർമുസ് തുറക്കാൻ ഇറാന് പല ഇളവുകൾ നൽകുന്ന തരത്തിലാണ് കരാറിലെ വ്യവസ്ഥകൾ. അതിലൊന്ന്, ഇരു രാജ്യങ്ങളും പരസ്പരം പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയെയും ബഹുമാനിക്കാനും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനും ബാധ്യസ്ഥരായിരിക്കും എന്ന വ്യവസ്ഥയാണ്. ഇറാൻ അമേരിക്കയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയോ അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വ്യവസ്ഥ പ്രകാരം അമേരിക്ക ഇനി ഇറാനിൽ ഇടപെടില്ല. അതായത് ഇറാനിൽ മേലിൽ ഇടപെടരുത് എന്ന് അമേരിക്കയ്ക്ക് താക്കീത് നൽകുകയാണ് കരാർ. അത് അമേരിക്ക അംഗീകരിക്കുന്നു. കരാറിലെ ഏറ്റവും കൗതുകകരമായ കാര്യം 14ാമത്തെ വ്യവസ്ഥയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാകുന്ന അന്തിമ സമാധാന കരാർ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ ബൈൻഡിംഗ് പ്രമേയത്തിലൂടെ നിയമപരമായി അംഗീകരിച്ച് നടപ്പിലാക്കും. ഇതാണ് ആ വ്യവസ്ഥ. ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കിയാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയുടെ ആവശ്യത്തോട് പ്രതികരിക്കാൻ പോലും അമേരിക്കയോ ഇസ്രായേലോ തയ്യാറായിരുന്നില്ല. അത്രയ്ക്കും അപ്രസക്തമായ ഐക്യരാഷ്ട്രസഭയെ കരാറിൽ ഉൾപ്പെടുത്തിയത് അവരെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നടപടികൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന അമേരിക്ക കരാറിലെ വ്യവസ്ഥകൾക്ക് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ അംഗീകാരം വേണമെന്ന് പറയുന്നത് 2026 ഏറ്റവും വലിയ തമാശയാണ് എന്നോ വിരോധാഭാസമാണ് എന്നോ എല്ലാം പറയേണ്ടി വരും. പാതിവഴി പിന്നിട്ട സമാധാന ശ്രമങ്ങളെ ഇനി തുരങ്കം വയ്ക്കാൻ ട്രംപിന് കഴിയുമോ എന്നതും സംശയമാണ്. ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി ഇറാനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിക്കാൻ ശ്രമിച്ച ട്രംപിന് ഇറാൻ വെച്ച നിബന്ധനകൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതിനായിരുന്നുവെങ്കിൽ എന്തിനാണ് യുദ്ധം നടത്തിയത്?
ഇറാൻ യുദ്ധം വഴിയുണ്ടാകുന്ന നേട്ടങ്ങൾ പരിശോധിച്ചാൽ ട്രംപ് ഇറാന്റെ ഏജന്റ് ആയിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടി വരും. സ്വന്തം രാജ്യത്തിന് കോടാനുകോടി ഡോളറിന്റെ നഷ്ടമുണ്ടാക്കിയിട്ട് ശത്രുവിന് വാരിക്കോരി സമ്മാനങ്ങൾ നൽകുന്നു. സുഹൃത്തായ ഇസ്രയേലിനെ കൂടുതൽ ആശങ്കയിലാക്കി ഇറാനെ ശക്തമാക്കുന്നു. പറച്ചിലും പ്രവൃത്തിയും രണ്ടാക്കി നിർത്തിയിരിക്കുകയാണ് ട്രംപും കൂട്ടരും.